എന്റെ അമ്മേ. എന്തൊക്കെയുണ്ട് സുന്ദരേശ വീട്ടിൽ വിശേഷം? എന്ത് പറയാനാ സാറേ, കാലത്തെ അമ്മായിയമ്മയും മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം. കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണെന്നൊരു ചെറിയ കള്ളം പറഞ്ഞ് വലിയ ഭാര്യയും കല്യാണം കഴിച്ചു. ഇനിയിപ്പോ പിയൂണാണെന്ന് അറിയുമ്പോ അവൾ എന്നെ ഡൈവേഴ്സ് ചെയ്യും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആഫീസറുടെ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ? താൻ ഒരു കാര്യം ചെയ്യോ, ആ ഷേണായോട് പോയി കൗണ്ടർ വർക്കാൻ പറ. ശരി. എന്റെ പൊന്ന് സുന്ദരക്ക് നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ? പോകാവിടോ. ഇത് കണക്ക് വീട്ടിൽ മാറിയപ്പോഴേ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്കവിടെ കെട്ടണമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ? അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? മാനേജരാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പൊറപ്പിക്കുന്നില്ല. ഇനി പിയൂണാണെന്നും കൂടി അറിഞ്ഞാലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും. എങ്ങനെയുണ്ടോ? ഉഗ്ര. പാപ്പോ എങ്ങോട്ട്? കൂട്ടിയിട്ട് വേണോ? മാനേജരോട് കളിക്കുന്ന സന്തോ സൺഡേ സന്താനമല്ലേ? ഇന്ന് ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അതാണ് വല്ലാത്ത അവൻ വന്നറിഞ്ഞ അവൻ കയ്യിങ്ങനെ തുള്ളാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് വെച്ചോണ്ട് തരാം. എടീ, ഞാൻ നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയമ്മ. ഐ ആം സന്താനവല്ലി BSc. അത് ഓർമ്മ വേണം. ഓ, ഒരു ചന്ദാനവല്ലി. എന്താ ഇത് നോൺസെൻസ്. ഓഫീസിലാണ് 100 കൂട്ടം പ്രോബ്ലംസാ. വീട്ടിലെങ്കിലും എനിക്ക് തലയ്ക്ക് വെളിവ് വന്നില്ല. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. നോയിക്കോ. നേരം വെളുത്തേനും ഒന്നും കഴിച്ചില്ല. വിശന്ന് വയറ് പൊരിയുന്നു. നീ ഇന്നൊന്നും കഴിച്ചില്ലേ? ആ തലയോട് ചോദിക്കും. ഇന്നിവിടെ ഒന്നും വെച്ചില്ലേ തള്ളേ? വെച്ചു. ആര് വെച്ചു? എങ്ങനെ വെച്ചോ? ഒന്നും വേണ്ടെന്ന് വെച്ചു. പച്ച കള്ളം. തള്ള വെച്ച് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിച്ചു. എടീ, ഞാനോ? ഇവിടെ സെൽഫും ഇല്ല, അലമാരിയും ഇല്ല. എടാ, ഇവളാണ് പച്ച കള്ളം പറയുന്നത്. പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എഡ്യൂക്കേഷൻ വേണ്ടേ? ഉള്ളതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് വയർമുറിപ്പിച്ച് നടക്കുന്നു. പിന്നെ നിന്റെ തിരുവനന്തപുരം കൊള്ളുന്ന വിളമ്പിത്തരാവടി. എന്നെ എടിപൊടിന്ന് വിളിക്കരുത്. അയാൾ സന്താനവല്ലി BSc. അയ്യോ, തമ്പുരാട്ടിന്ന് വിളിക്കാം. അറിയോ? അയ്യോ അമ്മേ, തമ്പുരാട്ടിന്നോ രാജകുമാരിന്നോ എന്ത് വേണേലും വിളിച്ചോ. കൂടെ BSc എന്ന് ചേർത്താ മതി. അവക്ക് ഒരു പരാതിയുമില്ല. അല്ലേ സ്വന്തം? അവളുടെ ഒരു അഴിഞ്ഞാട്ടം കണ്ടില്ലേ? വലിയ BSc. മൈ ഗോഡ്. മിസ്റ്റർ സുന്ദരേശൻ, നിങ്ങളുടെ ഈ തള്ളുണ്ടല്ലോ, യാതൊരു കൾച്ചറും ഇല്ലാത്തവരാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം. എന്റെ പൊന്ന് സന്തോ, ഞാൻ പറയുന്നൊക്കെ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ അമ്മ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശക്കുന്നു. അത്രേ ഉള്ളു. നിനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ്, നാൻ ഇതെല്ലാം വാങ്ങിച്ചേരേ. ആ തള്ള ഭദ്രവാളി അറിയരുത് കേട്ടോ. ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്ത് ചെയ്യും? അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മഹാഭാവി, അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്താൽ മതിയടാ. പെറ്റ തള്ളയ്ക്കൊന്നും വാങ്ങിച്ചു തരരുത് കേട്ടോ. പിന്നെയും തുടങ്ങിയോ? ചുമ്മാ അല്ല എന്റെ അച്ഛൻ കാശിക്ക് പോയത്. നിന്റെ തലവട്ട കണ്ടപ്പോഴേ പോയതാടാ. ഈ തള്ള ഗുണം പിടിക്കത്തില്ല. പെണ്ണിന്റെ വാക്ക് കേൾക്കരുത്, നീ പെരുവഴിയായി പോവും. അതല്ലേ അമ്മയോട് ചോദിക്കാതെ ഇറങ്ങി പോകുന്ന. എന്റെ അച്ഛൻ ഭാഗ്യവാൻ. ഡാഡി മമ്മിയും തൊടണ്ട. മമ്മി എന്റെ മമ്മിയാ. ഓടെ മാത്രം മമ്മിയല്ല, ഡാഡിയുടെ മമ്മിയാ. അയ്യോ, ഡാഡിയുടെ മമ്മി മരിച്ചുപോയില്ലേ? ഡാഡി അത് മറന്നുപോയി മോളെ. മോൾക്ക് തണുക്കണുണ്ടോ? ഡാഡിക്ക് ഭയങ്കര തണുപ്പ്. എന്നെ ഡാഡി മോളെ കെട്ടിപ്പിടിച്ചോ? മമ്മിയെ മോള് കെട്ടിപ്പിടിച്ചോളാം. അപ്പൊ ആർക്കും തണുക്കില്ല അല്ലേ മമ്മി?
മോളെ മമ്മിയുണ്ടല്ലോ, മമ്മി ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നു. ഡാഡി വിളിച്ചുണർത്തിയതാ. ഞാൻ കേട്ടില്ലല്ലോ. മോൾ ഉറങ്ങിപ്പോയി കാണും. ഞാൻ ക്ലാസ്സിലെ കൊച്ചുമോന്റെ ചുവന്ന പെൻസിലോർത്ത് കിടക്കുമായിരുന്നു. പെൻസിലോർക്കാണൊരു സമയം. നാളെ ഇതിനിവിടെ കിടക്കരുത്. അവളവിടെ കിടന്നിട്ട് വേണ്ടേ? എന്താ അമ്മേ? ഒന്നുമില്ല മോളെ. 15 നമ്മുടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ്, 16 നമ്മളെ കോട്ടയത്തെ കൊലക്കേസ്, 17 കല്യാണ കേസ്, ഇങ്ങനെ എല്ലാ കേസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാറി വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ സമയത്തായി 11:30 മണിക്കല്ലേ കേസ്. ഇനി അരമണിക്കൂറുണ്ടല്ലോ. വാസു, ധന്യമായല്ലോ. ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അത് കാണാണ്. നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാമോ? അയ്യോ, ഇന്നാണ് എന്റെ കേസ്. അതിനല്ലോ സമയമില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അബ്ദു, നാളെ എന്റെ അതിർത്തി കേസ്. വരാൻ വഴിയില്ല. നാളെ എനിക്ക് കൊല്ലത്താകെ. അബ്ദു വന്നില്ലെങ്കിൽ കേസ് തള്ളിപ്പോവും. ഞാൻ ഒരാളുണ്ട്, എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ? ദേ, ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞേക്കണ ഇല്ല, എല്ലാം കൂടെ ക്ലാഷ് ആവും. നാളെയാണെങ്കിൽ ആ കൊല്ലത്തെ ചാക്കോമരാളുടെ കൊലപാതക കേസാ. നല്ല കാശ് കിട്ടുന്ന പാർട്ടിയാ. ഇന്നത്തെ കേസ് എന്താ? മറിയാമ്മച്ചേട്ട വയലിലേക്ക് അറപ്പുരയ്ക്ക് അന്തോണി മാപ്പിള. ഓ, വെള്ളം വിട്ട കേസ്. ഇതാണ് നമ്മുടെ അന്തോണി മാപ്പിള. അന്തോണി മാപ്പിള സത്യത്തിൽ അറിയാമച്ചേർച്ചയുടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ? വിട്ടതാ. അതെ, അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം. മതി. ധൈര്യമായിട്ട് നിന്നു. കാര്യം ഞാൻ ഇരുവാക്കും. കാശ് വാങ്ങിച്ചു. അന്തോണി മാപ്പിള ഒന്ന് ധൈര്യമായി നിന്ന്. ഈ പോകുന്നത് ആരെന്നാ വിചാരം? ആ കേരള അബ്ദു ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല. പിന്നെ ആ നിസാരം വെള്ളമിട്ട കേസ്. നമസ്കാരം ചേരുള്ള ഒരു സീറ്റ് ഞാൻ ഇല്ല. എന്നാ ഒരു വീട് അതുമില്ല. അപ്പോ മിനിഞ്ഞാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. അബ്ദു, വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റഗ്രാമിനോട് പറയണം. അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടുകയല്ലേ. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദു. നിങ്ങളുടെ ശരിയായ പേരാണോ ഇത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര്. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയുമോന്നോ? ഇത് നമ്മുടെ മറിയാമ്മച്ചേർത്തി ഇല്ലയോ? നമ്മുടെ പറയാമോ? നമ്മുടെ മറിയാമ്മച്ചേർത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ. മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെറ്റി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണ്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെയുള്ള ഒരാളല്ല അന്തോണിച്ചേട്ടൻ. സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി അന്തോണിച്ചേട്ടൻ. ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട. പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു? യുവർ ഓണർ, ഐ ഒബ്ജക്ട്. കേസിനാസ്പദമായ ചോദ്യങ്ങളല്ല വാദിവാദം വക്കീൽ ചോദിക്കുന്നത്. യുവർ ഓണർ, കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ഒരു ചോദ്യമാണിത്. യെസ്, യു കൻ പ്രൊസീഡ്. ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും? ഏത് സംഭവം? അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്. അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ നിങ്ങൾ കാണാഞ്ഞത്? അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ? മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ധാരാളം പ്രാവശ്യം. എങ്ങനെ കണ്ടു? സ്നേഹമായിട്ട് സംസാരിക്കുന്നവരുടെ മുഖം കണ്ട അറിഞ്ഞൂടെ? അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ? 1982 ഓഗസ്റ്റ് 15. സംഭവം നടന്ന് ഇത്രയും നാളായല്ലോ. നിങ്ങളിത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം? മറക്കായിരുന്നോണ്ട്. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതെന്തൊരു ചോദ്യമാ സാറേ? ആഗസ്റ്റ് 15 ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സാറിന് അറിയത്തില്ലേ? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? താഴെ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ ആക്കി വെക്കാത്തുണ്ട്, ഇട്ട് കുടിക്കാമല്ലോ. സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, ശരി. എന്തോ എന്തോ നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം.
അമ്മയുമായ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട, ഹോർലിക്സാ. എന്താ സംഭവിച്ചേ? വൃത്തികേടായത്. നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഒരാഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയൂണാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാനേജ് ചെയ്തത്. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ, സന്തോ വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ നിറങ്ങാണ്. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവില്ല സന്തോ. സന്തോ, SSLC-കാരന് പിയൂണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് കയറി BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. കണ്ണു കാണാൻ വയ്യാത്തവ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇപ്പൊ നീ എവിടെ നിന്ന് വന്നടാ? നെഞ്ചത്ത് കയറ്റിക്കൂടാ. ആഹാ, തനിക്കിപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം കണ്ണൂരില്ല. സാറേ 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 മനുഷ്യ തെണ്ടാനാലോചിക്കില്ല. തെണ്ടികള്. സാറേ 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 സാറേ, തന്റെ കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസക്ക് ഉരുൾ എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണിന് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ്. ചെല്ലേ. സാറേ സാറേ, എന്തെങ്കിലും തരണേ സാറേ. എന്ത് കണ്ണു കാണാൻ വയ്യ സാറേ. സാറേ സാറേ സാറേ, എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ, എന്തെങ്കിലും തരണം ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്റെ കാശ് ചേട്ടാ. ചേട്ടാ 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 ചേട്ടാ, എന്റെ കാശ് ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ. ചേട്ടാ സാറേ സാറേ സാറേ, ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളന്നവനാണ്, ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നവനാണ് സാറേ. സാറേ സാറേ, ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി, ഒരു നാളിലെ തരണേ. അല്ലേ? അയ്യോ അയ്യോ സാറേ സാറേ സാറേ, സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടാ സാറേ. സാറേ സാറേ, ഒരു 10 പൈസ തരണേ. കയ്യും കാലും കളന്നവനാണ്. അയ്യോ സാറേ 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 സാറേ, ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ, നോട്ടാണെങ്കിൽ ചില്ലറ സാറേ. സാറേ സാറേ, കയ്യും കാലും കളന്നവനാണ് സാറേ. സാറേ ഇങ്ങോട്ട് പോയി, കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ. എന്നെ പോലെ ആയിപ്പോ സാറേ. സാറേ സാറേ സാറേ, കൈ. ഹലോ ആ ആൻറ്റി. അമുൽ ബേബി. ഹലോ അങ്കിൾ. പോക്കറ്റില്ലേ? സോറി. ഹായ്. കൊള്ളാലോ. ഇന്നത്തെ കളി മോശം. ഒരു കലക്ഷമല്ല ഇന്ന്.